World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hysan Heritage. ഇങ്ങനെ ലോകത്തിൽ ആർക്കും ഇങ്ങനത്തെ ഒരു യാത്രയപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എല്ലാവരും ലോകം മുഴുവൻ മീഡിയയിൽ കൂടി അറിഞ്ഞു ഇന്ന് ഇത്രയും അഴിമതി കാണിച്ച ഒരാളാണ് ഞാൻ പുറത്തിറങ്ങുന്നതെന്ന്. എനിക്ക് മറ്റൊന്നും പറയാനില്ല, അത്രയും സങ്കടം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ കൂടെയുള്ളവർക്കും എൻ്റെ മക്കൾക്കും, എൻ്റെ മകനാണിത്. അപ്പോൾ അയാൾ എൻ്റെ അനിയൻ്റെ എൻ്റെ ഇളയ മകൻ്റെ കല്യാണത്തിന് വേണ്ടി ലണ്ടനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇത്രയും നല്ലൊരു എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പോലും എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സിംഗിൾ മദറാണ്. ഒരു 21 വർഷം മുമ്പ് എൻ്റെ ഭർത്താവും എൻ്റെ വീട്ടിലെ 5 പേരും ഒരു അപകടത്തിൽ മരിച്ചു. അതിനുശേഷം ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ടാണ് ഞാനിവിടം വരെ എത്തിയത്. അതിനെന്നെ സഹായിച്ചത് ഈ സർവകലാശാലയാണ്. ഈ സർവകലാശാലയെ സംബന്ധിച്ചുള്ള എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ല ഒരു നമ്മുടെ ആർട്ടും സാഹിത്യവും പഠിക്കാനുള്ള ഏറ്റവും നല്ല സർവകലാശാലയാണ്. പക്ഷേ ഇത് തുടങ്ങിയ കാലം മുതൽ ഈ സർവകലാശാലയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഇവിടെ വരുന്നത്. ഈ സർവകലാശാല ഇപ്പോഴും ഈ അഡ്മിഷൻ നടക്കുന്ന സമയത്തും സർവകലാശാലയെക്കുറിച്ച് വളരെ മോശം റിപ്പോർട്ടുകൾ, ഒരാൾക്കും താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. പക്ഷേ കുട്ടിയെ വിജയിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണം ഉണ്ട്. അത് ഗവർണർക്ക് പോലും അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇവർ കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ അത് ഗവർണർക്ക് കൊടുക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്താ അതിൻ്റെ അകത്ത് തെറ്റ് ചെയ്തതെന്ന്. ഞാൻ 2024 ഇവിടെ എക്സാമിൻ്റെ ചുമതലയിലേക്ക് വന്നത്. ഈ കുട്ടി 2001 പഠിക്കുകയും 2006 പരീക്ഷ പാസ്സാവുകയും ചെയ്തു. പിന്നീട് ഈ 2020 എപ്പോഴും അയാളൊന്ന് MFIക്ക് ചേർന്നു. അത് റാങ്കോട് കൂടി അയാൾ പാസ്സായി. അയാളെ 2006 അന്നത്തെ വൈസ് ചാൻസലറായിട്ടുള്ള ഇന്നത്തെ BJP നേതാവായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ ഒപ്പിട്ടിട്ടാണ് അയാളെ ജയിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം ആ റിസൾട്ട് സിൻഡിക്കേറ്റ് പാസ്സാക്കിയിട്ടുണ്ട്, അക്കാഡമിക് കൗൺസിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഈ റിസൾട്ടിൽ ഞാൻ എങ്ങനെയാണ് കുറ്റവാളിയാകുന്നത്? അപ്പോൾ SFIക്കാരനെ ജയിപ്പിച്ച ആൾ എന്ന ഒരു ഖ്യാതി കൂടി എനിക്ക്, ഒരു തൂവൽ കൂടി. ഗവർണർക്ക് വെള്ള പേപ്പർ കൊടുത്തയാൾ, SFIക്കാരനെ ജയിപ്പിച്ച ഒരാൾ, ഇനിയും എന്താ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഒളിച്ച് ഓഫീസിൽ വന്ന് ഒപ്പിട്ടയാൾ, ഇങ്ങനെ ഒരുപാട് ഖാദികൾ ഈ ഇറങ്ങുന്ന ദിവസം എൻ്റെ തലയിൽ വെച്ച് കെട്ടിത്തരികയാണ്. ലാസ്റ്റ് ഇപ്പോൾ വരാൻ ഈ ഒരു മാസം മുതലാണോ ഇത്തരം ആരോപണങ്ങളൊക്കെ വന്നു തുടങ്ങിയത്? 2 മാസം, അതായത് മാർച്ച് 5-ാം തീയതിയാണ് ഗീത ടീച്ചറിനെ പുറത്താക്കുന്നത്. മാർച്ച് 6-ാം തീയതി ആണെന്ന് തോന്നുന്നു സിസ മാഡം ഇവിടെ വൈസ് ചാൻസലറായിട്ട് പങ്കെടുക്കുന്നു, ചാർജ് എടുക്കുന്നു. അവർ വന്നതിന് ശേഷം വ്യക്തിപരമായിട്ട് പറയട്ടെ, ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഇവിടെ ഒരു ഭരണകൂട ഭീകരത എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഇനി വരുന്നവരൊക്കെ എന്ത് തെറ്റ് ചെയ്തു, അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ എങ്ങനെ പുകച്ച് പുറത്ത് ചാടിക്കാം, ഈ രീതിയിലാണ് അവർ. ഇതുപോലെ ഞാൻ അവരെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല, പക്ഷേ അവർ ചെന്ന ഇടത്തൊക്കെ ഇത് തന്നെയാണ് പരിപാടി. ഒരുപാട് അഴിമതി കഥകളൊക്കെ അവിടെ ഇവിടെ നമുക്ക് പുറത്ത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ട് ലോകവും ജനവും വിശ്വസിച്ചിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൂടി ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. എനിക്ക് അവരോട് ഒരു വെറുപ്പുമില്ല. 1 മാസമായിട്ട് ഞാൻ അവരെ ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ ഫോൺ കട്ട് ചെയ്യും. ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കും. ഒരു എന്താ പറയുക, സാമാന്യ മര്യാദ അല്ലെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ എൻ്റെ ഫോണൊന്ന് എടുത്തിട്ട് എന്നോടൊന്ന് സംസാരിക്കാൻ അവർ തയ്യാറാകണമായിരുന്നു. ഞാനിതിൻ്റെ 1-2 കോപ്പി തരാം. ഞാനിതിൽ എത്രത്തോളം തെറ്റുകാരിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ നേരെയുള്ള വലിയൊരു ആരോപണത്തിന് ഞാൻ അവർക്ക് കൊടുത്ത മറുപടിയാണ്. അതായത് VC പറഞ്ഞതനുസരിച്ച് മാത്രമാണ് ഞാൻ 4 വോളിയം അച്ചടിച്ചിട്ടുള്ളത്. സ്ലിപ്പ് കേസ് പ്രകാശനം ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഗവർണർ ഇവിടെ ഗവർണറെ ക്ഷണിച്ചിട്ടുള്ള വിവരം അതെൻ്റെ ഉത്തരവാദിത്തമല്ല, അത് അന്നത്തെ പബ്ലിക്കേഷൻ ഓഫീസറുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കലേഷിനെ ജയിപ്പിക്കുന്നതിൽ, SFI നേതാവിനെ ജയിപ്പിക്കുന്നതിൽ എൻ്റെ ഒരു പങ്കുമില്ല. ഞാൻ 2024 വന്നു, കഷ്ടി 2 കൊല്ലം ഇവിടെ ജോലി ചെയ്തു. ഈ ജോലി ചെയ്ത കാലത്ത് തീർച്ചയായിട്ടും നമ്മൾ സ്വയം പൊക്കി പറയുന്നതാണെന്ന് പറയും, പക്ഷേ ഞാൻ ഇവിടുത്തെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൈസ് ചെയ്യാൻ, അതുപോലെ ചോദ്യപേപ്പറുകൾ ഇവിടെ തന്നെ അച്ചടിക്കാൻ, ഇവിടുത്തെ പ്രസ്സിൽ തന്നെ അച്ചടിക്കാൻ, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വാല്യുവേഷൻ കൃത്യമായിട്ട് നടത്തി, കൃത്യസമയത്ത് കഴിഞ്ഞ വർഷം ഈ ദിവസത്തിന് മുമ്പ് തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇപ്പം വാല്യുവേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. കൃത്യമായിട്ട് എൻ്റെ ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ എക്സാമിനേഷൻ സെക്ഷനിലായിരുന്നു. അവിടെയുള്ള ആൾക്കാർ, അവിടെയുള്ള ജീവനക്കാർ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഒരു കുടുംബം പോലെ, പല ജാതിക്കാരായിരിക്കും, പല മതക്കാരായിരിക്കും, പല രാഷ്ട്രീയമുള്ളവരായിരിക്കും. ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ ഒരു കുടുംബം പോലെ 2 കൊല്ലം ഭംഗിയായിട്ട് മുന്നോട്ട് പോയി. അതിലും എനിക്ക് അഭിമാനമുണ്ട്. അതുതന്നെയാണ് എനിക്ക് വൈസ് ചാൻസലറോട് പറയാനുള്ളത്. ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരി വന്ന് നിൽക്കുമ്പോൾ അവർ ചിലപ്പോൾ എന്നെപ്പോലെ ഒരാൾക്കൊരു പിഴവ് പറ്റിയിട്ടുണ്ടാവും. ആ പിഴവ് അവർ ഏറ്റെടുത്ത് തിരുത്തി
ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് കൂടെ ചേർത്ത് നിർത്തുകയാണ്. അതാണ് ഒരു അധികാരി ചെയ്യേണ്ട കാര്യം. അധികാരമുള്ള ഒരാൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അതാണ്. അതവർ ചെയ്തിട്ടില്ല. അത് ഈ സംസ്കൃത സർവകലാശാലയുടെ നാശത്തിന് മാത്രമാണ് കാരണമാകുന്നത് എന്നെനിക്ക് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പണി ഇത് കഴിയുന്നത്ര പണിയെടുക്കുക, അതുപോലെ എന്ത് ആരോപണം വന്നാലും കേൾക്കുക, വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. ഗവർണർ അടക്കം അദാലത്തിന് എന്നെ വിളിച്ചിരുന്നു. അവിടെ ഞാൻ പറയുന്നതിന് ഒരു വിലയില്ല. നേരത്തെ ഉണ്ടാക്കിയ ഒരു നാടകം പോലെ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിട്ട് പോലും എന്നെ കുറ്റപ്പെടുത്തി പുറത്താക്കാനുള്ള ഒരു മനഃപൂർവ്വമായ ബോധപൂർവമായ ശ്രമം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അദാലത്ത് മാർച്ച് 26-നാണെന്ന് തോന്നുന്നു. അത് എക്സാം റിലേറ്റഡ് ആണ്. ഈ കലേഷിൻ്റെ വിജയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തോറ്റ SFIക്കാരനെ ഞാൻ ജയിപ്പിച്ചു എന്നാണ് ആരോപണം. രാധാകൃഷ്ണന്റെ പങ്ക് എന്താ? നേരത്തെ മാഡം അദ്ദേഹമാണ് വൈസ് ചാൻസലർ ഒപ്പിട്ടിട്ടുള്ളത്. ഈ കുട്ടി പാസ്സായിട്ടുണ്ടെന്നുള്ള അന്നത്തെ റിസൾട്ട് ഇട്ടിട്ടുള്ളത് ഡോക്ടർ KS രാധാകൃഷ്ണനാണ്. അത് ഇവിടുത്തെ അന്നത്തെ പ്രൊഫസർ ഇൻചാർജ് ഓഫ് എക്സാമിനേഷൻ ഒപ്പിട്ടിട്ടുണ്ട്, അക്കാഡമിക് കൗൺസിൽ പാസ്സാക്കിയിട്ടുണ്ട്, സിൻഡിക്കേറ്റും പാസ്സാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു?